ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. നിങ്ങൾ ഇൻട്രോയിൽ കണ്ട മാതിരി തന്നെ നമ്മുടെ ഒരു പാല് കാച്ചലിൻ്റെ ഒരു വീഡിയോ ആണ്. അങ്ങനെയൊന്നുമില്ല, നമ്മൾ മുമ്പ് താമസിച്ച ഒരു ഫ്ലാറ്റിൽ നിന്ന് നമ്മൾ അവിടെ അടുത്തുള്ള നമ്മൾ മുമ്പത്തെ വീഡിയോസൊക്കെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും, നമ്മുടെ ഈ അണ്ണാത്തിക ഫ്ലാറ്റ് എന്ന് പറഞ്ഞത് കുറേ ബ്ലോക്കുകളായിട്ട് തിരിച്ചിട്ടുള്ളതാണ്. അതിൽ ABCD എന്ന് പറഞ്ഞ 4 ബ്ലോക്കുകളാണുള്ളത്. അപ്പോൾ നമ്മൾ മുമ്പ് D ബ്ലോക്കിലായിരുന്നു, ഇപ്പോൾ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് B ബ്ലോക്കിലേക്ക് മാറുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. നമ്മളെ കുറച്ച് ഇങ്ങനെ ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ കൂടെ വന്നതല്ല, അവർ ബസ്സിന് വന്നതാണ് കേട്ടോ. പിന്നെ അവർ വരുമ്പോൾ മാമൻ്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ റിട്ടേൺ തിരിച്ചു പോയി. കാരണം മാമന് പെട്ടെന്ന് ജലദോഷവും അങ്ങനെയൊക്കെ ആയിട്ട് നൈറ്റ് ഉറങ്ങിയിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ മാമൻ റിട്ടേൺ തിരിച്ചു പോയി. അപ്പോൾ ഇവരവിടെ നിന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് എന്തായാലും വന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. അച്ഛനും അങ്ങനെ വരാറില്ല കേട്ടോ നമ്മളൊപ്പം. ഒട്ടും കോയമ്പത്തൂരാണെങ്കിൽ പോലും അവരങ്ങനെ വരാറൊന്നുമില്ല. ഇപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഇപ്പം അമ്മയും അച്ഛനും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ആക്ച്വലി എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് അമ്മയും അനിയത്തിയും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നത് കേട്ടോ. കാരണം എനിക്ക് കയ്യിൻ്റെ ഒരു സൈഡ് മൊത്തം നല്ല പെയിനായിരുന്നു. എനിക്ക് വെയിറ്റ് ഉള്ളതൊന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ തന്നെ എല്ലാതും ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ കേട്ടോ. അത്രയധികം സാധനങ്ങളൊന്നും ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തന്നെ ഷിഫ്റ്റ് ചെയ്യാമെന്നുള്ളതായിരുന്നു. പക്ഷേ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കൈക്ക് വേദനയായപ്പോൾ കുറച്ച് നാൾ മുമ്പേ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ വിചാരിച്ചതൊന്നും നമുക്ക് നടന്നില്ല. കാരണം നല്ല പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയും അച്ഛനും പറഞ്ഞതാണെന്നാൽ പിന്നെ ഞങ്ങളും കൂടി വരാം, എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അവർ. പിന്നെ അമലേൻ്റെ അമ്മയ്ക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വരാൻ പറ്റിയില്ല. കാരണം അമ്മ തിരുപ്പതി പോയിട്ട് 3-4 ദിവസത്തെ ട്രിപ്പായിരുന്നു. അപ്പോൾ അതും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അമ്മയ്ക്കും കുറച്ച് കോൾഡും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് അമ്മയ്ക്കും വരാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ആ ഷിഫ്റ്റിങ് നടത്തിയെന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കിട്ടിയ പ്രസാദമൊക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. കാരണം അത് കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വിശപ്പൊക്കെ അത്യാവശ്യം അടങ്ങിയിട്ടുണ്ട്. പുറത്തുനിന്ന് ഫുഡ് കഴിച്ച് വരാനായിരുന്നു പ്ലാന്. പക്ഷേ അതിനുള്ള സമയം നമുക്ക് കുറച്ച് ലേറ്റായി പോയതുകൊണ്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റിയില്ല. അതൊക്കെ പാല് കാച്ചി കഴിഞ്ഞതിന് ശേഷം ആവാമെന്ന് വിചാരിച്ചു. നമുക്ക് 10 മണി മുതൽ 11 മണി വരെയാണ് സമയം കിട്ടിക്കണം കേട്ടോ പാല് കാച്ചാനായിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ആ സമയമായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തിയേക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് അമ്പലത്തിൻ്റെ മുമ്പിലൊക്കെ കുറേ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ പാല് കാച്ചണ പാത്രത്തിൻ്റെ ചുറ്റും വയ്ക്കാനായിട്ടുള്ള പൂവൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മൾ മറന്നുപോയി. അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് അതൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ അവിടെയുള്ള കുറച്ച് പൂക്കളൊക്കെ പറിക്കുകയാണ്. അരളിയുടെ പൂക്കളൊക്കെയാണ്. അതൊക്കെ പറിച്ച് അതൊക്കെ വൃത്തിയാക്കി നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കാണ് കേട്ടോ. പിന്നെ തുളസിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ പൊട്ടിച്ചിട്ട് വന്നിരിക്കുകയാണ്. പിന്നെ നമ്മൾ 2 ഫാമിലീസാണ് ഇങ്ങനെ ഒരുമിച്ച് ഷിഫ്റ്റ് ആയത്. നമ്മളൊരു ഫാമിലി, പിന്നെ അമലിൻ്റെ ഓഫീസിലെ ഹരി എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ ഒരു ഫാമിലിയും ഉണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ വീടാണ് മുമ്പ് കണ്ടത്. അപ്പോൾ അവരും നമ്മളും ഒരുമിച്ച് തന്നെയാണ് പാല് കാച്ചുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്ലാറ്റിലെത്തിയിട്ടുണ്ട്. നമ്മളെ ഫ്ലാറ്റിലെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്തത് നമ്മൾക്ക് പറ്റണ രീതിയിൽ ഒന്ന് വൃത്തിയാക്കിയിട്ടുള്ളൂ കേട്ടോ. അതിന് അത്രയും മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഇനിയും അറേഞ്ച് ചെയ്ത് വെക്കാനൊക്കെ ഉണ്ട്. പിന്നെ TV ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പഴയ ഫ്ലാറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ പെയിൻ്റൊക്കെ കുറച്ച് കളർഫുള്ളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അത്രമാത്രമാണ് ചെറിയൊരു വ്യത്യാസങ്ങളുള്ളൂ. ചെറിയ വ്യത്യാസങ്ങളുണ്ട്. 2 ബെഡ്റൂമും ഹാളും കിച്ചണും പിന്നെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി ഡോറ് നമ്മൾ അധികം തുറക്കണില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്നൊക്കെ നല്ലോണം പൊടി വരുന്നുണ്ടായിരുന്നു. നമ്മളിപ്പോൾ പുതിയ വീട്ടിൽ കയറുമ്പോൾ കുറച്ച് പൊടി എന്തായാലും ഉണ്ടാവും. അതൊന്ന് മാനേജ്
ചെയ്ത് വരുമ്പോൾ അത് ഓക്കെ ആയിരിക്കും. ഇത് നമ്മൾ പാല് കാച്ചാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങാം കേട്ടോ. നമ്മൾ തുളസി പിന്നെ കുറച്ച് അരളി അങ്ങനെയൊക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പോൾ അത് നൂലിൽ കോർക്കാണ് നമ്മൾ പാല് കാച്ചണ പാത്രത്തിൻ്റെ ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട്. സമയം ലേറ്റ് ആയതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഒക്കെ പരിപാടികൾ അവസാനിപ്പിക്കുകയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഫോട്ടോസ്, സ്വാമി ഫോട്ടോസ് ഇവിടെ വെച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വെച്ചിട്ടാണ് ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവരും ഇങ്ങനെ പാല് കാച്ചിട്ടൊക്കെ പോയിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഞാനും വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ വെച്ചിട്ട് തന്നെ ഫോട്ടോസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ നമുക്ക് പാല് കാച്ചാന്ന്. കാരണം വേറൊന്നുമല്ല, ഇവിടെ തമിഴ്നാട്ടിൽ ഒരു ചെറിയ വിശ്വാസമുണ്ട്. അവർക്ക് കിച്ചണിൽ സ്വാമി ഫോട്ടോസ് അല്ലെങ്കിൽ നമ്മുടെ ഗോഡിൻ്റെ ഫോട്ടോസ് വെക്കുന്നത് അത് ഭയങ്കര ഐഡിയലാണ് അവർക്ക്. അത് നല്ല ഒരു ബെസ്റ്റ് പൊസിഷനൊക്കെ ആണ് അവരുടെ ഒരു വിശ്വാസം. ഇവരൊക്കെ എന്താ പറയുക, കിച്ചണിലാണ് പൂജാമുറി തന്നെ സെറ്റ് ചെയ്യുക. ഏറ്റവും നല്ല സ്ഥലം അതാണെന്നാണ് ഇവിടെ വിശ്വാസം ഉണ്ടോ. പിന്നെ ബ്രാഹ്മിൺസൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പറയണ്ട, അവരെന്തായാലും ഓൾമോസ്റ്റ് 99% ആളുകളും ഇങ്ങനെ കിച്ചണിലാണ് അവരുടെ എന്താ പറയുക സ്വാമി ഫോട്ടോസ് എല്ലാതും വയ്ക്കുക. പൂജാമുറി തന്നെ അവർ അതിൻ്റെ ഉള്ളിലാണ് വയ്ക്കുക. കാരണം കിച്ചണിൽ നമ്മളുടെ ധനത്തിൻ്റെ സ്ഥലമാണെന്നൊക്കെയാണ് പറയണത്. പിന്നെ ധാന്യങ്ങൾ അതൊക്കെയാണ് അവർ ദൈവമായിട്ട് സങ്കല്പിച്ച് കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും അങ്ങനെയാണ് വയ്ക്കുക. അപ്പം ഞാൻ ഇത് നമുക്കറിയുന്ന രീതിയിലൊക്കെ നമ്മൾ എന്താ പറയുക ഒരു അറേഞ്ച്മെൻറ്റ് നടത്തുകയാണ് കേട്ടോ. ഇതിലിപ്പം ഒരു വലിയ പാത്രം ഞാൻ വരുന്ന വഴി മേടിച്ചതാണ്. വലിയ ഫ്രൂട്ട്സ് നമ്മളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ അതിൽ വെച്ചു എന്ന് മാത്രം. പിന്നെ നമുക്ക് ഈ പാല് കാച്ചലിലൂടെ ഉദ്ദേശിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവിധ ധനധാന്യ സമ്പൽ സമൃദ്ധി ഉണ്ടാവണമെന്നാണല്ലോ. അപ്പോൾ അതിന് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ കയ്യിലുള്ള ധാന്യങ്ങൾ നമുക്ക് എന്തൊക്കെയാണ് അങ്ങനെ ആവശ്യങ്ങളുള്ള സാധനങ്ങൾ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ സാധനങ്ങളും പരിപ്പ്, കടല, പയറ്, മുതിര, അരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ പാത്രത്തിൽ ആ തട്ടിൽ അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പാലൊഴിച്ച് നമ്മൾ അടുപ്പത്ത് വെക്കുന്നത് കേട്ടോ. നമ്മൾ പാല് ഗ്യാസുമ്മ വയ്ക്കുമ്പോൾ തന്നെ സമയം 10:45 കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ആകെ ടെൻഷനാണ്, അത് വേഗം ആവോ എന്നുള്ളതിൻ്റെയൊക്കെ ആകെ ടെൻഷനായിട്ടാണ് നമ്മൾ നിൽക്കണത്.
പിന്നെ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു സന്തോഷം, ഈ വീട്ടിൽ വന്നിട്ടും നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പേരിലാണ്. റെൻറ്റഡ് ഹൗസാണ് നമ്മളുടെ ഈ ഫ്ലാറ്റെങ്കിലും നമ്മൾ പാല് കാച്ചി തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് അതാണ്. നമ്മൾ എന്ത് കാര്യമാണെങ്കിലും അതൊക്കെ നല്ലതല്ലേ, നല്ലൊരു നമ്മുടെ മൈൻഡിനാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്യണതെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 11 മണിയായപ്പോഴത്തേക്കും പാല് തിളച്ച് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കിഴക്ക് ഭാഗത്തേക്കാണ് തിളച്ച് ഒഴുകിയിട്ടുള്ളത്. അത് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇവിടെയുള്ളവരൊക്കെ പറയുന്നത് കിഴക്ക് ഭാഗത്തേക്ക് പോയാൽ നല്ലതാണെന്നാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു പാല് കാച്ചൽ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.